എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായി നമ്മൾ 11 ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത് 12ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇനിയുള്ള 4-5 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം സംബന്ധമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ബിഹേവിയറിസ്റ്റ് തിയറികളെ സംബന്ധിച്ചാണ്. വ്യാവഹാരിക സിദ്ധാന്തങ്ങൾ. ഈ ബിഹേവിയറിസ്റ്റ് തിയറികളെ കുറിച്ചുള്ള ക്ലാസ് ഇന്നത്തത് കൊണ്ട് അവസാനിക്കില്ല. അടുത്ത ക്ലാസ്സിലും ഈ ബിഹേവിയറിസ്റ്റ് തിയറികളെ കുറിച്ചാണ് നമ്മൾ പറയുക. വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ഏതാണ്? ചേഷ്ടാവാദം, ജ്ഞാതൃവാദം, ജ്ഞാനനിർമ്മിതിവാദം, മാനവികവാദം. Association between stimulus and response leading to learning is emphasized in behaviorism, cognitivism, constructivism, humanism. അപ്പോൾ ഇതൊരു പക്ഷേ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പുതുതായി കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നതിൽ സംശയമില്ല. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റ് തിയറികളാണ്. ബിഹേവിയറിസ്റ്റ് തിയറികൾ അഥവാ ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരിചയപ്പെടുത്താൻ കൂടിയിട്ടാണ് ഈ കേട്ടറ്റ് പരീക്ഷയിലെ ഈ ചോദ്യം ഞാൻ ഇവിടെ പറയുന്നത്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ബിഹേവിയറിസമാണ്. ആ ബിഹേവിയറിസത്തെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ബിഹേവിയറിസത്തിന് മലയാളത്തിലുള്ള പദം കൂടി നമ്മൾ ഓർത്തു വെക്കുക. ചേഷ്ടാവാദം എന്നാണ് ബിഹേവിയറിസത്തിന് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിലുള്ള ചോദകം, പ്രതികരണം അവയൊക്കെ എന്താണ് എന്നൊരു പക്ഷേ ചിലർക്ക് സംശയമുണ്ടാകും. ചിലർക്കെന്നല്ല, ഏതാണ്ട് എല്ലാവർക്കും അറിയാത്തൊരു പ്രശ്നമുണ്ടാകും. അത് ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. എന്താണ് ചോദകം, എന്താണ് പ്രതികരണം. അതൊക്കെ വളരെ ലളിതമായ ചില വാക്കുകൾ മാത്രമാണ്. നമ്മൾ ഒരുപക്ഷെ കേൾക്കാത്തത് കൊണ്ട്, ഇതുവരെ കേട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നമുക്കത് വലിയ കട്ടിയുള്ള വാക്കുകളായിട്ടോ അപരിചിത വാക്കുകളായിട്ടോ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ബിഹേവിയറിസമാണ് അഥവാ ചേഷ്ടാവാദമാണ്. ആദ്യം നമുക്ക് പാവ്ലോവിന്റെ പൗരാണികാനുബന്ധനം പരിശോധിക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികാനുബന്ധന സിദ്ധാന്തം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഈ തിയറി രചിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ്. അദ്ദേഹമാണ് ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങൾ ഏർപ്പെട്ടത്. പിന്നീട് പലരും ആ പലവിധ പരീക്ഷണങ്ങളൊക്കെ ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ആദ്യം നടത്തിയതാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പല പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അതുവഴി അദ്ദേഹം ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. ആ സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ പേര് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്നായിരുന്നു. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരിലും അറിയപ്പെടുന്ന ഒരേ സിദ്ധാന്തമാണ്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്നും പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നുണ്ട്. പാവ്ലോവിന്റെ ഈ സിദ്ധാന്തം എന്തുകൊണ്ട് പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികം, ക്ലാസിക്കൽ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ കാരണം മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി അതായത് കൊണ്ടാണ്. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പൗരാണികം അഥവാ ക്ലാസിക്കൽ എന്ന് ചേർത്ത് പറയാൻ കാരണം അതാണ്. അതുമാത്രമല്ല, വേറെയും പേരുകൾ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് പറയാറുണ്ട്. പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, എസ്-ടൈപ്പ് അനുബന്ധനം എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ പല വാക്കുകളും പലർക്കും തിരിഞ്ഞ് മനസ്സിലായിട്ടില്ല. ചോദകം, പ്രതികരണം, അനുബന്ധനം
ഇതൊന്നും ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം എന്താണ് ആ വാക്കുകളുടെ യഥാർത്ഥ ആശയമെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായാൽ മതി. അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണം എന്താണ് എന്ന് മനസ്സിലായാൽ ഈ വാക്കുകളും ഈ ആശയങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ പരീക്ഷണത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം നടത്തിയ പരീക്ഷണം ഒരു നായയിലാണ്. ഒരു നായയെ അദ്ദേഹം ഒരു ടേബിളിൽ കെട്ടിയിട്ടു. എന്നിട്ട് നായയെ സ്വസ്ഥമാക്കി നിർത്തി. അഥവാ ഒരുവിധ ശല്യപ്പെടുത്തലും ഉണ്ടാക്കാതെ, നായയുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടും തെറ്റിപ്പോവാതെ ഒക്കെ അദ്ദേഹം സംവിധാനമുണ്ടാക്കി. അദ്ദേഹം പോലും നായയുടെ മുന്നിൽ നിന്ന് മാറി നിന്നു. പക്ഷെ അദ്ദേഹത്തിന് നായയെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനായിട്ട് അദ്ദേഹം നായയുടെ മുന്നിൽ ഒരു സെറ്റ് കണ്ണാടി സ്ഥാപിച്ചു. അതുവഴിയാണ് അദ്ദേഹം നായയെ നിരീക്ഷിക്കുന്നത്. ശേഷം അദ്ദേഹം നായക്ക് ഇറച്ചി കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ നായക്ക് ഇറച്ചി കൊടുത്തപ്പോൾ നായയുടെ വായിൽ സ്വാഭാവികമായിട്ടും ഉമിനീരുണ്ടായി. ഉമിനീരുണ്ടാവുമല്ലോ, നായക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കഴിക്കാൻ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് നായയുടെ വായിൽ ഉമിനീരുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരു ബെല്ലടിച്ചു. ആ ഒരു ബെല്ലിന് ഒരു പ്രതികരണവുമില്ല, വെറുതെ ഒരു ബെല്ലടിച്ചു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നായക്ക് ആ ബെല്ലൊന്നും ഒരു കാര്യമേ ആയിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് ചെറിയൊരു മാറ്റം വരുത്തുകയുണ്ടായി. ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു ബെല്ലടിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ബെല്ലടിക്കും, എന്നിട്ട് നായക്ക് ഇറച്ചി കൊടുക്കും. അങ്ങനെ കുറേ ദിവസം അദ്ദേഹം അങ്ങനെ ബെല്ലടിച്ചതിന് ശേഷം ഇറച്ചി കൊടുക്കുക എന്ന രീതി സ്വീകരിച്ചു. പക്ഷേ പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഇറച്ചി കൊടുത്തില്ല, പക്ഷെ ബെല്ല് മാത്രം അടിച്ചു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, നായയെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി, ആ ബെല്ലടി കേട്ടപ്പോൾ തന്നെ നായയുടെ വായിൽ വെള്ളമൂറി. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഇറച്ചി കണ്ടാൽ നായയുടെ വായിൽ വെള്ളമൂറും. ഇറച്ചി എന്നത് ചോദകവും നായയുടെ വായിൽ വെള്ളമൂറുക എന്നത് പ്രതികരണവുമാണ്. അത് നൈസർഗികമായിട്ട് അഥവാ സാധാരണഗതിയിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇറച്ചിയെ അദ്ദേഹം ചോദകം എന്ന് മാത്രമല്ല നൈസർഗിക ചോദകം എന്നാണ് അദ്ദേഹം വിളിച്ചത്. അത് നൈസർഗികമായി തന്നെ ഉണ്ടാവുന്നതാണല്ലോ നായയുടെ വായിൽ വെള്ളമൂറുന്നതും. ഇറച്ചി കണ്ടാൽ വെള്ളമൂറുക എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതിയാൽ തന്നെ നായയുടെ വായിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇറച്ചി കണ്ടാൽ വെള്ളമൂറുക. അതുകൊണ്ട് ആ വെള്ളമൂറിയ ആ പ്രതികരണത്തെ അദ്ദേഹം നൈസർഗിക പ്രതികരണം എന്നാണ് പേര് വിളിച്ചത്. അപ്പൊ ഇറച്ചി എന്ന നൈസർഗിക ചോദകം കണ്ടപ്പോൾ വായിൽ വെള്ളമൂറുക എന്ന നൈസർഗിക പ്രതികരണം ഉണ്ടായി. പക്ഷേ പിന്നീട് ബെല്ലടിച്ചപ്പോൾ നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ബെല്ലടിക്കുക എന്നത്, ബെല്ലടിച്ചാൽ ഒരിക്കലും തന്നെ നായയുടെ വായിൽ വെള്ളമൂറേണ്ടതില്ലല്ലോ, പക്ഷെ ഇവിടെ വെള്ളമൂറി. അതുകൊണ്ട് ഈ ചോദകത്തെ അദ്ദേഹം കൃത്രിമ ചോദകം എന്നാണ് വിളിച്ചത്. കൃത്രിമ ചോദകം എന്ന് പറഞ്ഞാൽ ആ ബെല്ലടിയെയാണ് കൃത്രിമ ചോദകം എന്ന് പറയുന്നത്. അപ്പോഴും നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, മണിയച്ച കേട്ട് ഉമിനീരൂറാൻ അങ്ങനെ നായ പഠിച്ചു എന്ന കാര്യമാണ്. അപ്പൊ ഈ പഠന രീതി നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പരീക്ഷണം നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ഒരു അനുബന്ധനം അഥവാ ഒരു കണ്ടീഷനിങ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇറച്ചിയും നായയുടെ വായിൽ വെള്ളമൂറുന്നതും തമ്മിൽ ഒരു പ്രകൃതിയാ തന്നെയുള്ള അഥവാ നൈസർഗികമായ ഒരു ബന്ധമുണ്ടല്ലോ. ഇറച്ചി എന്നതൊരു ചോദകമാണ്, അതിനുള്ള പ്രതികരണമാണ് നായയുടെ വായിൽ വെള്ളമൂറുക എന്നത്. അത് നൈസർഗികമായ സംഗതിയാണത്. നായയുടെ വായിൽ വെള്ളമൂറുക എന്നത് നൈസർഗികമായ പ്രതികരണമാണ്, ഇറച്ചി എന്നത് നൈസർഗികമായ ചോദകമാണ്. അപ്പൊ ചോദകം എന്ത്, അതുപോലെ പ്രതികരണം എന്ത് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ചോദകം എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റിമുലസ് എന്നാണ് പറയുക, റെസ്പോൺസ് എന്നാണ് പ്രതികരണത്തിന് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ സ്റ്റിമുലസും റെസ്പോൺസും, അതുപോലെ ചോദകവും പ്രതികരണവും. അപ്പൊ ഇത് നൈസർഗികമായ ചോദകം, നൈസർഗികമായ പ്രതികരണം. ബെല്ലടിക്കുക എന്നതോ നൈസർഗികമായ ചോദകമല്ല, അതൊരു കൃത്രിമമായ ചോദകമാണ്. അതിന് ഒരു പ്രതികരണം ഉണ്ടായി, നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു കൃത്രിമ ബന്ധം, ബെല്ലടിയും നായയുടെ വായിൽ വെള്ളമൂറുന്നതും തമ്മിൽ ഒരു കൃത്രിമമായ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ കൃത്രിമമായ ഒരു ബന്ധമുണ്ടാക്കുന്നതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 4 വാക്കുകൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നൈസർഗികമായ ചോദകവും നൈസർഗികമായ പ്രതികരണം തമ്മിൽ അവിടെ ഒരു കണ്ടീഷനിങ് ഒന്നും നടന്നിട്ടില്ല. അഥവാ ഇറച്ചി കണ്ടപ്പോൾ നായയുടെ വായിൽ വെള്ളം ഊറുക, അത് സാധാരണഗതിയിലുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു കൃത്രിമ ബന്ധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സാധാരണഗതിയിലുള്ള ബന്ധമാണ്. അവിടെ കണ്ടീഷനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുമാണ് പറഞ്ഞത്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഇറച്ചി കൊടുക്കുക എന്നതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതിന്റെ റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. എന്നാൽ ബെല്ലടിക്കുക എന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അവിടെ കണ്ടീഷനിങ് നടക്കുന്നു. അവിടെ ബെല്ലടിക്കുന്നു, നായയുടെ വായിൽ വെള്ളം വരുന്നു. അതൊരു കൃത്രിമമായ ബന്ധമുണ്ടാക്കുകയാണ്. അവിടെയാണ് കണ്ടീഷനിങ് ഉള്ളത്. അതുകൊണ്ട് ആ ബെല്ലടിക്കുക എന്നത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന്റെ മറുപടി, അതിന്റെ പ്രതികരണത്തെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ 4 പദങ്ങളാണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതാണ് ഇറച്ചി. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അതാണ് നായയുടെ വായിൽ ഇറച്ചി കണ്ടപ്പോൾ നായയുടെ വായിൽ വെള്ളം ഊറിയത്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. എന്നാൽ ബെല്ലടിക്കുക എന്നതോ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അത് കണ്ട് നായയുടെ വായിൽ വെള്ളം ഊറിയത് കണ്ടീഷൻഡ് റെസ്പോൺസ്. അങ്ങനെ 4 വാക്കുകൾ: അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. ഈ 4 വാക്കുകളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള പഠനത്തെയാണ് അനുബന്ധന പഠനം, ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നല്ല വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു അനുബന്ധിത പ്രതികരണത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നിവ ഒരേ സമയം ബന്ധപ്പെടുത്തുക വഴി ശക്തമാക്കുന്ന പ്രക്രിയയാണ് അനുബന്ധന പഠനം എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. ഇത് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമല്ല, പക്ഷെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെട്ടതാണ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് പുറത്തിറക്കിയിരുന്നുവല്ലോ. ആ സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് ഈ ചോദ്യം. പാവ്ലോവ് തന്റെ പരീക്ഷണത്തിൽ ബെൽ ശബ്ദവും ഇറച്ചി പൗഡറും പലതവണ ജോഡി ചേർത്ത് നൽകിയ ശേഷം ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ പട്ടി ഉമിനീർ സ്രവിച്ചു. അപ്പൊ ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീർ ഉണ്ടായി. അത് എന്താണ് എന്നാണ് ചോദ്യം. സ്വാഭാവിക ചോദകം, സ്വാഭാവിക പ്രതികരണം. അനുബന്ധന ചോദകം, അനുബന്ധന പ്രതികരണം. സ്വാഭാവിക ചോദകമാണോ? സ്വാഭാവിക ചോദകം എന്നത് ഇറച്ചിയാണ്. സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന പ്രതികരണമാണ് നായയുടെ വായിൽ വെള്ളമൂറുക എന്നത്. അപ്പൊ ഇത് സ്വാഭാവിക ചോദകവുമല്ല, സ്വാഭാവിക പ്രതികരണവുമല്ല. ഇറച്ചി കണ്ടിട്ട് നായയുടെ വായിൽ വെള്ളം ഊറുന്നതാണ് സ്വാഭാവിക പ്രതികരണം. ഇറച്ചിയാണ് സ്വാഭാവിക ചോദകം. അപ്പൊ അത് രണ്ടുമല്ല, എയും ബിയുമല്ല ഉത്തരം. ഇനി അനുബന്ധന ചോദകം, കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നത് ബെല്ലടിയാണ്, അഥവാ കണ്ടീഷൻഡ് ചോദകം. അപ്പൊ അത് കണ്ടിട്ട് നായയുടെ വായിൽ അതുകൊണ്ട് നായയുടെ വായിൽ ഉണ്ടാകുന്നതാണ് അനുബന്ധന പ്രതികരണം, കണ്ടീഷൻഡ് റെസ്പോൺസ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. ബെല്ലടി, അതുപോലെ നായയുടെ വായിൽ വെള്ളം ഊറുക, ഇത് തമ്മിൽ കൃത്രിമമായ ബന്ധം ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൃത്രിമമായ ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് അനുബന്ധനം, കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബെല്ലടിയാണ് അനുബന്ധന ചോദകം അഥവാ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ ബെല്ലടിയെ കുറിച്ചല്ല ചോദിച്ചത് ഇവിടെ. പട്ടി ഉമിനീർ സ്രവിച്ചു എന്നത് എന്താണ്? പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീർ വന്നു, അതെന്താണ് എന്നാണ് ചോദ്യം. അത് അനുബന്ധന പ്രതികരണമാണ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ ഡി എന്നതാണ് ശരിയായ ഉത്തരം. ഇനി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. മീൻ വിൽപ്പനക്കാരന്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ രാജിയുടെ വീട്ടിലെ പൂച്ച അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഇവിടെ പൂച്ചയിൽ ഇങ്ങനെയൊരു സ്വഭാവമാറ്റത്തിന് കാരണമായത് ഏത് തരം പഠന മുഖാന്തരമാണ്? ബെല്ലടി കേൾക്കുമ്പോൾ പൂച്ച ഓടിച്ചെല്ലുന്നു. ബെല്ലടി എങ്ങനെ പൂച്ചയെ ആകർഷിച്ചു? ഇവിടെ നമ്മൾ കാണേണ്ടത് പാവ്ലോവിന്റെ പരീക്ഷണം നമ്മൾ കണ്ടല്ലോ, അതുപോലെ ഒരു സംഗതി ഇതിലും സംഭവിച്ചിരിക്കുന്നു. അവിടെ ബെല്ലടി കേട്ടിട്ട് നായയുടെ വായിൽ വെള്ളമൂറിയതുപോലെ
ഇവിടെ ബെല്ലടി കേട്ടിട്ട് പൂച്ചയുടെ വായിൽ വെള്ളമൂറുകയാണ്. മീൻ കാണുമ്പോൾ പൂച്ചയുടെ വായിൽ വെള്ളമൂറുക എന്നത് നാച്ചുറലായ നൈസർഗികമായ ചോദകവും പ്രതികരണവുമാണ്. മത്സ്യം എന്നത് ഒരു നൈസർഗികമായ ചോദകമാണ്. അത് പൂച്ചയുടെ വായിൽ വെള്ളമൂറാൻ കാരണമാകും. അത് നൈസർഗികമായ പ്രതികരണമാണ്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, അവിടെ കണ്ടീഷനിങ് ഒന്നുമില്ല. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസുമാണ് മീനും അത് കണ്ടിട്ട് പൂച്ചയുടെ വായിൽ വെള്ളമൂറുന്നതും. പക്ഷെ ഇവിടെ ബെല്ലടി കേട്ടിട്ട് പൂച്ച ഓടിച്ചെല്ലുക എന്നത് അവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചത് കൊണ്ടാണ്. ബെല്ലടി എന്നത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന് കേട്ടിട്ട് പൂച്ച ഓടിച്ചെല്ലുക എന്നത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുകയാണ്. ബെല്ലടിച്ചിട്ട് പാവ്ലോവ് ഇറച്ചി കൊടുത്തതുപോലെ ബെല്ലടിച്ചതിന് ശേഷമാണ് ഇവിടെയും മീൻ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ അനുബന്ധനം കണ്ടീഷനിങ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്നത് കണ്ടീഷനിങ് ആണ്. ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻസൈറ്റ് ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പൊ 2 കണ്ടീഷനിങ് ഉണ്ട്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഏതാണ്ട് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമായിരിക്കുന്നു. അത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ? നമുക്കറിയാം പാവ്ലോവിന്റെ പരീക്ഷണം, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ആ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആദ്യമായിട്ട് ഈ ശാസ്ത്ര ലോകത്ത് ആദ്യമായിട്ട് നടന്നിട്ടുള്ള കണ്ടീഷനിങ് ആണ് പാവ്ലോവിൻ്റെത്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ പാവ്ലോവ് നടത്തിയിട്ടുള്ള കണ്ടീഷനിങ് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഇവിടെ നടന്നത്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ്, അത് മുഖാന്തരമാണ് പൂച്ച ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റത്തിന് വിധേയമായത്. പൂച്ചയിൽ ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റം ഉണ്ടായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ്. ഇനി നമുക്ക് ഈ കണ്ടീഷനിങ്ങിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണ് എന്ന് പരിശോധിക്കാം. വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദകങ്ങൾ നൽകുന്ന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അനുബന്ധനത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ആനയുടെ ചിത്രം കാണിക്കുന്നു. ഉടനെ ആന എന്ന് പറഞ്ഞുകൊണ്ട് ആ പദം എഴുതിയ ഒരു കാർഡും കാണിക്കുന്നു. ഇങ്ങനെ ചിത്രവും കാർഡും കാണിക്കുമ്പോഴെല്ലാം ആന എന്ന് ഉച്ചരിക്കാൻ കുട്ടിയോട് അധ്യാപകൻ പറയും. അപ്പോൾ ചിത്രവും കാർഡും കാണിക്കുമ്പോഴെല്ലാം ആന ആന എന്ന് കുട്ടി മറുപടി പറയണം. കുറച്ചു കഴിഞ്ഞ് ചിത്രം കാണിക്കാതെ ആ പദം എഴുതിയ കാർഡ് മാത്രം കുട്ടിയെ കാണിക്കും. അപ്പോൾ ആ കുട്ടി ആന എന്ന പദം ഉച്ചരിച്ച് പ്രതികരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം കുട്ടി ആന എന്ന പദവും അതിൻ്റെ ഉച്ചാരണവും ചിത്രത്തിലെ രൂപവുമായി ബന്ധപ്പെടുത്തി എന്നാണല്ലോ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായല്ലോ, കണ്ടീഷനിങ്. ഇങ്ങനെ ഈ കണ്ടീഷനിങ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഈ അനുബന്ധന പ്രക്രിയ വഴി, ഈ കണ്ടീഷനിങ് വഴി കുട്ടികളിൽ നല്ല ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ ഒരു അധ്യാപകന് പറ്റും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മാത്രമല്ല, ദുശ്ശീലങ്ങൾ ഒഴിവാക്കിയെടുക്കാനും ഈ പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ അനുബന്ധനത്തിന് അഥവാ ഈ കണ്ടീഷനിങ്ങിന് ഇങ്ങനെ ഗുണം മാത്രമല്ല, ചില പ്രശ്നങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികളിൽ ഭയം ഉണ്ടാക്കാൻ ഈ അനുബന്ധനം ഒരുപക്ഷെ കാരണമായേക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു നായ കുരക്കുന്നത് കുട്ടിക്ക് ഭയമാണ്. സാധാരണഗതിയിൽ കുട്ടിക്ക് അത് ഭയമാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത്, അവന്റെ വീട്ടിൽ കരണ്ട് പോകുന്നു, അപ്പോൾ നായ കുരക്കുന്നു. അത് കേൾക്കുമ്പോൾ കുട്ടിക്ക് ഭയമാണ്. കുറെ ദിവസം ഇങ്ങനെ സംഭവിക്കുന്നു. കരണ്ട് പോകുമ്പോൾ നായ കുരക്കുന്നു, അത് കേട്ട് കുട്ടിക്ക് ഭയമാകുന്നു. പിന്നീട് ഒരു ദിവസം കരണ്ട് പോയാൽ തന്നെ കുട്ടിക്ക് ഭയമാകുന്നു, അന്ന് നായ കുരച്ചില്ലെങ്കിലും. അപ്പൊ അവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുകയാണ്. നായ കുരക്കുന്നതാണ് കുട്ടിക്ക് ആദ്യം ഭയമുണ്ടായിരുന്നത്, പിന്നെ കരണ്ട് പോകുന്നത് തന്നെ കുട്ടിക്ക് ഭയമായി മാറി. ഇവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭയം കുട്ടിയിൽ ഉണ്ടാവാം ഇങ്ങനെ കണ്ടീഷനിങ് വഴി. ഇതുപോലെ യുക്തിരഹിതമായ ഭയങ്ങൾ, വെറുപ്പ് ഒക്കെ കുട്ടികളിൽ വളരാൻ ഈ കണ്ടീഷനിങ് വഴിവെച്ചേക്കാം. അപ്പൊ അതിന് പരിഹാരം കാണാനും കണ്ടീഷനിങ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അഥവാ ഡീ കണ്ടീഷനിങ് നടത്താം, അല്ലെങ്കിൽ റീകണ്ടീഷനിങ് നടത്താം, പുനരനുബന്ധനം നടത്താം.
അങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാവുന്നതാണ്. അഥവാ ഭയം ജനിപ്പിക്കുന്ന വസ്തുവിനെ തുടർച്ചയായി ഉല്ലാസജനകമായ ചോദകങ്ങളുമായി ബന്ധിപ്പിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഈ കണ്ടീഷനിങ് അഥവാ അനുബന്ധന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കേട്ടഡ് പരീക്ഷയിലെ ചോദ്യം നമുക്ക് നോക്കാം. കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത് ദ ബേസിക് തിയറി ഇൻ ഷേപ്പിംഗ് ഓഫ് ഡിസൈറബിൾ ബിഹേവിയർ ഇൻ സ്റ്റുഡൻസ് ഈസ് നോൺ ആസ് ഓപ്പറന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, ജസ്റ്റാൾട്ട് ലേണിംഗ്. സംശയമില്ല, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കുട്ടികളിൽ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷനിങ് ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ക്ലാസിക്കൽ കണ്ടീഷനിങ്.